ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഇന്ന് ആരംഭിക്കുന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ചർച്ചകൾക്കായി വാഷിംഗ്ടണിലെത്തി. ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടെടുക്കുന്നതിനാൽ ചർച്ച വളരെ നിർണായകമായിരിക്കും ഇന്ത്യക്ക്. കൃഷ്ണ ചെറിയാൻ ബിസിനസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് കൃഷ്ണ. ഒരു രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് അതല്ലേ? ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് SKN. അതെ, അപ്പോൾ ഇന്ന് വാഷിംഗ്ടണിൽ എത്തിയിരിക്കുകയാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ച ഇന്ത്യയും അമേരിക്കയുമായുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ്. പീയൂഷ് ഗോയൽ തന്നെ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നടന്ന വ്യാപാര സംഗമത്തിൽ പറഞ്ഞിരുന്നത് ഇത് ഒരു മദർ ഓഫ് ഓൾ ഡീൽസ്, അല്ലെങ്കിൽ എല്ലാ കരാറുകളുടെ ഒരു മാതാവെന്നാണ്. നിലവിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള വ്യാപാര മൂല്യം എന്ന് പറയുന്നത് $190 ബില്യൺ. ഇത് ഇരട്ടിപ്പിക്കുക, അല്ലെങ്കിൽ $500 ബില്യൺ 2030 എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ചർച്ചകൾ ആരംഭിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ നിലപാടാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഏപ്രിൽ മുതൽ തങ്ങൾക്ക് ചുമത്തുന്ന എല്ലാ നിധികൾക്കും ബദലായി ഒരു ബദൽ ചുങ്കം നിലനിർത്തും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം അത് ഇന്ത്യക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും പീയൂഷ് ഗോയൽ ഇക്കാര്യത്തിൽ ചർച്ച നടത്തും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി അമേരിക്കയിൽ കണ്ടെത്തുക എന്നതായിരിക്കും പ്രധാനമായ ചർച്ചാ വിഷയം. ഒപ്പം തന്നെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും അവയ്ക്ക് നികുതി ചുമത്തേണ്ടത്. അപ്പോൾ ഇരു രാജ്യങ്ങൾക്കും ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാര കരാർ, സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കുക എന്നതാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യം. ആ ചർച്ച ഇന്ന് ആരംഭിക്കും. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സുമാരുമായാണ് ഈ ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയിൽ ഏതായാലും ഇന്ത്യക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ സ്വതന്ത്രമായി വ്യാപാരം ചെയ്യാവുന്ന രീതിയിലുള്ള ചില കരാറുകൾ ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ട്രംപിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇത്തരം ഒരു ചെറിയ കരാറിനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ബൈഡൻ ഭരണകൂടം വന്നപ്പോൾ അവരത് മരവിപ്പിക്കുകയും വീണ്ടും ഈ ചർച്ചകൾ നമ്മൾ ഇപ്പോൾ പുനരാരംഭിക്കുകയും ചെയ്യുകയാണ്. ഏറെ പ്രതീക്ഷയിലാണ് ഇന്ത്യ. SKN. Okay, thank you, Krishna.